ാണ് ഈ ഒരു ദുരന്തത്തിന് ഉണ്ടായിരിക്കുന്നത്. അത്രമാത്രം വലിയ ഇടങ്ങളിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ നിലമ്പൂർ വരേക്ക് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി പരിശോധന നടത്താനുള്ള തെരച്ചിൽ നടത്താനുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാണെങ്കിലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനവും ഇവിടെ വരും ദിവസങ്ങളിൽ നാം നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും അനുമോദ് പറഞ്ഞതുപോലെ, നേരത്തെ ടി സിദ്ദിഖ് MLA പറഞ്ഞതുപോലെയുള്ള ആ വിഷയം തന്നെ മുണ്ടക്കയുടെ മേലെ ഭാഗത്ത് കയറിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ വിഷയമായിട്ട് നിൽക്കുന്നു. അത് ആ രീതിയിലേക്കുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള ഈ സജ്ജീകരണങ്ങൾ മതിയാവുകയില്ല. അതാണോ മനസ്സിലാക്കേണ്ടത്? മേലെ ഭാഗം ഇപ്പോഴും അതിൻ്റെ ഒരു സ്ഥിതിഗതികൾ എന്താണ് എന്ന് ഉള്ള ഒരു സംശയം, അത് സംശയം മാത്രമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താഴേക്ക് ഒഴുകി എത്തിയ മൃതദേഹങ്ങൾ ഇടയിലെല്ലാം കുരുങ്ങിക്കിടക്കുന്നത് അത് കണ്ടെത്തുക എന്നുള്ള ദുഷ്കരമായിട്ട് വെല്ലുവിളി. അപ്പോൾ അതിനേക്കാളും വലിയ ഒരു വിഷയമാണ് മുണ്ടക്കയുടെ മേലെ ഭാഗത്തേക്ക് ചെല്ലുക എന്നുള്ളത്. ഇനിയും കൂടുതൽ സൈന്യത്തിന്റെ ബറ്റാലിയനുകൾ എത്തുന്നു, കൂടുതൽ സേനാ വിഭാഗങ്ങൾ എത്തുന്നു. ആ ഒരു പ്രയോറിറ്റിയിലേക്ക് കാര്യങ്ങൾ കടക്കും വരും മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ നാളെയോടുകൂടി. അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? ഈ ഇപ്പൊ പറഞ്ഞ പോലെ സിവിൽ ഡിഫൻസും ആർമിയും തമ്മിലുള്ള മീറ്റിംഗ് എല്ലാം ആ ഒരു തീരുമാനമായിരിക്കുമോ എടുക്കുക? അത് എപ്പോഴായിരിക്കും എന്നായിരിക്കുമോ തീരുമാനിക്കുക? അപർണ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ആ മേഖല സന്ദർശിച്ച ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും ഒക്കെ നൽകിയ വിവരം മാത്രമാണ് ഇവിടെയുള്ളത്. അതായത് ഇന്ന മേഖലയിൽ ഇത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവിടെ നോക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. അത് അവർ സന്ദർശിച്ച മേഖലകളിലെ കാര്യം മാത്രമാണ്. അവിടെ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. അവിടെ എത്തിച്ചേരുക ഒരു വലിയ വിഷയമാണ്. പലപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിന് പോയവർ സ്വന്തം നിലയിൽ ജീവൻ പണയപ്പെടുത്തിയാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെ വലിയ തോതിൽ ഒരു തെരച്ചിൽ നടത്തണമെങ്കിൽ, വ്യാപകമായിട്ടുള്ള മണ്ണിൽ ആഴത്തിലുള്ള തെരച്ചിലും പരിശോധനയും നടത്തണമെങ്കിൽ അവിടേക്ക് യന്ത്ര സംവിധാനങ്ങളും മറ്റും എത്തിച്ചേരേണ്ടതുണ്ട്. അവിടേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് ഉള്ളത്. ഇനി ഇവർക്ക് ഇതുവരെ കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളുണ്ടെങ്കിൽ അവിടെ തെരച്ചിൽ എത്തിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രതിസന്ധിയാണ്. അത് എവിടെയെല്ലാമാണെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന വഴികളെല്ലാം തന്നെ ഇല്ലാതെയാകും. അതുവരെ ഉണ്ടായിരുന്ന മേഖലകളൊക്കെ തന്നെ മണ്ണിലടിയിലാവും. നമുക്കൊന്നും ആ ഒരു മേഖലയിൽ മുൻപ് പോയവർക്ക് പോലും അവിടെ എന്താണ് ഇപ്പോഴുള്ളത് എന്ന് പറയാൻ കഴിയാത്തത്ര വലിയ അവസ്ഥ വരും. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നുള്ളത് കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ആലോചനകളിലൂടെ തന്നെ വേണം പരിഹരിക്കുവാൻ. അതിന് ഈ ഒരു മേഖലയിൽ ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തണം എന്നുള്ള കാര്യത്തിലും ഏതെല്ലാം വിഭാഗങ്ങൾ ഈ ഒരു തെരച്ചിലിന് നേതൃത്വം കൊടുക്കണം എന്നുള്ള കാര്യത്തിലും ഒക്കെ ഒരു ധാരണ വരേണ്ടതുണ്ട്. ഇന്ന് ചേരുന്ന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ മുതൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന രക്ഷാപ്രവർത്തനം, തെരച്ചിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ ഏതെല്ലാം മേഖലകളിൽ എങ്ങനെ വേണം എന്നുള്ള ഒരു അന്തിമ ചിത്രം ആ ഒരു യോഗത്തിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കരുതാൻ. ഇന്നിനി ഒരുപക്ഷെ കൂടുതൽ ഈ ഒരു പരിമിതമായ സന്നാഹങ്ങളും സംവിധാനങ്ങളും വെച്ച് ഈ രക്ഷാപ്രവർത്തനം, തെരച്ചിൽ ഇന്നുണ്ടായേക്കില്ല. നാളെ രാവിലെ മുതൽ ഈ തരത്തിൽ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി രക്ഷാപ്രവർത്തനങ്ങൾ മേഖലയിൽ പുനരാരംഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്താണെങ്കിലും അനുമോദ് അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അനുമോദ്, മുണ്ടക്കയിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന പലരും നമ്മളെ അടക്കം വിളിച്ചു ബന്ധപ്പെട്ടിരുന്നല്ലോ. ആ ആശങ്ക, ഈ പലയിടത്തും ഇലക്ട്രിസിറ്റി ഇല്ല, പലരും റിസോർട്ടുകളിലും എസ്റ്റേറ്റുകളിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇതിലെല്ലാവരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. കുടുങ്ങിക്കിടക്കുന്നവരുടെ ആശങ്ക അകറ്റാൻ അറ്റ്ലീസ്റ്റ് ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു സിഗ്നൽ കൊടുക്കാനെങ്കിലും ഒരു പക്ഷേ ആ ഒരു പ്രവർത്തനം ഈ സേനാ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ നടക്കുന്നുണ്ടാകുമോ? അത് പോസിബിൾ ആണോ? മന്ത്രി കെ രാജനുമായി നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന ജീവനോടെയുള്ളവരെ എല്ലാം തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ അപ്പോഴും
നമ്മളോട് ഈ വിളിച്ച് സംസാരിച്ചിരുന്ന ആളുകൾ അവരെ കുടുങ്ങിക്കിടക്കുന്ന മേഖല അത്തരം കാര്യങ്ങളിൽ എവിടെയെല്ലാമാണ് എന്നതൊക്കെ ഇപ്പോഴും ആ ഒരു മേഖലയിലേക്ക് കടന്നു ചെന്ന് പരിശോധിച്ചാൽ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക. നിലവിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് അതായത് എയർലിഫ്റ്റിങ്ങിനാണെങ്കിലും മറ്റു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനാണെങ്കിലും ആളുകളെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനമാണുള്ളത്. ഒറ്റപ്പെട്ടു പോയവരിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ടോ, അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്കിപ്പോൾ ഉത്തരം നൽകാൻ കഴിയില്ല. കാരണം ഈ സന്നാഹങ്ങളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നും നമുക്ക് പറയാനാകാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷേ ഈ ഒന്നാമത് നേരത്തെ തന്നെ ഈ പാലം ഇവിടെ തകർന്നതോടെ ഈ അവിടേക്കുള്ള എല്ലാ വഴികളും അടഞ്ഞ അവസ്ഥയായിരുന്നു. സൈന്യത്തിന്റെ ബേലി പാലം നിർമ്മിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവിടേക്ക് ചെന്ന് കയറാൻ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ തന്നെ കഴിയുന്നത്. അപ്പോൾ ഇനി കൂടുതൽ സന്നാഹങ്ങളും സംവിധാനങ്ങളും കൊണ്ട് അവിടേക്ക് ചെന്ന് ഈ ഒരു തെരച്ചിലും മറ്റും നടത്താനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്താണെങ്കിലും ഇന്നിനി രാത്രി ഏതെല്ലാം മേഖലകളിൽ നമുക്കൊരു മൃതദേഹം കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഇത്തരത്തിൽ 22 മൃതദേഹങ്ങൾ ആ മേഖലയിലുണ്ട് എന്നാണ് നേരത്തെ സന്നദ്ധ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓരോ മൃതദേഹങ്ങളും അവിടെ നിന്നും പരമാവധി വേഗത്തിൽ പുറത്തെത്തിക്കാനുള്ള നടപടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഒരിക്കലും നൽകുന്നത് ഈ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കില്ല ഈ ഒരു മേഖലയിൽ നിന്ന്. കാരണം കവളപ്പാറയിലെ അനുഭവം നമുക്കറിയാം. ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കണ്ടെടുക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ദിവസം പോകുന്തോറും കണ്ടെത്തിയത് സ്ത്രീയെയാണോ പുരുഷനാണോ എന്ന തരത്തിലേക്ക് പറഞ്ഞു തുടങ്ങി. അതാണ് ആശങ്ക. അനുമോദ് അവിടെ നിൽക്കുമ്പോൾ അത് തന്നെയാണ് ആശങ്ക. 150ഓളം പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള കണക്കുകൾ ഈ ഒരു വശത്ത് വരുന്നു. ഈ 2 വാർഡുകളിലായിട്ട് 3000ഓളം ജനസംഖ്യ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് മുണ്ടക്കൈ. രക്ഷപ്പെടുത്തിയിരിക്കുന്നത് 150ഓളം പേരെ. മരണസംഖ്യയും നമുക്കറിയാം. ചൂരൽമലയും മുണ്ടക്കൈയുമായിട്ടുള്ള മരണസംഖ്യയും 120 എന്ന് പറയുമ്പോൾ ഇനി ആശുപത്രിയിലുള്ളവരും. അപ്പോഴും ഇത്രയും പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പരമാവധി പേരെ പറ്റാവുന്ന ജീവനോടെയുള്ളവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ എന്ത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. അതാണ് ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഖ്യയിലേക്ക് കടക്കുമോ മുണ്ടക്കൈ എന്നുള്ള ഒരു വല്ലാത്തൊരാശങ്ക. അത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഈ ദൃശ്യങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴും അനുമോദ് തോന്നുന്നുണ്ടാകുന്നോ? ഞാൻ വരാം അനുമോദ്. ഇപ്പോൾ രായൻ എന്ന് പറഞ്ഞു, രായൻ നേരത്തെ നമ്മളെ വിളിച്ചിരുന്നു. ഒരു ഉച്ചയോടുകൂടി ഞാൻ തന്നെ ഇരുന്നപ്പോഴാണ് രായൻ വിളിച്ചത്. നാഗമല എസ്റ്റേറ്റിൽ നിന്ന് അല്ലെ രായൻ?